നിങ്ങളുടെ വിദേശ പഠനം ഈ ആലി നാദാപുരത്ത് പോയതുപോലെ എന്ന് പൊതുവെയുള്ളൊരു വർത്തമാനമുണ്ട്. അതുപോലെ ആവരുത്. എന്താണ് ഈ ആലി നാദാപുരത്തുമായിട്ട് പോയതുമായിട്ട് ബന്ധപ്പെട്ട കഥ? രാവിലെ ആലിയോട് വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് നാളെ രാവിലെ നാദാപുരത്ത് പോകണം. അപ്പോൾ രാവിലെ നാദാപുരത്ത് പോകണം എന്ന് പറഞ്ഞ് വാപ്പ കിടന്നുറങ്ങാൻ പോയി. പിറ്റേന്ന് രാവിലെ വാപ്പ എണീറ്റ് നോക്കുമ്പോൾ ആലിയെ കാണാനില്ല. കുറേ കഴിഞ്ഞപ്പോൾ ആലി ഓടിക്കതിച്ച് വരുന്നു, ഞാൻ നാദാപുരത്ത് പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. കൃത്യമായി എന്താണ് പോവേണ്ടതിൻ്റെ ഉദ്ദേശം, എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് എന്നൊന്നും നിർണ്ണയിക്കാതെ ചിന്തിക്കാതെ ആലി നാദാപുരത്ത് പോയതുപോലെ പോയി വരുന്നൊരു രീതിയാണ് വിദേശ പഠനത്തിന് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, മറ്റൊന്ന് നിങ്ങളുടെ കരിയറിനെ അത് സാരമായി ബാധിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വിദേശ പഠനം ആലി നാദാപുരത്ത് പോയതുപോലെ ആവരുത്. നിങ്ങൾക്കൊരു പേഴ്സണൽ അജണ്ടയും പേഴ്സണൽ ഒബ്ജക്റ്റീവും ഉണ്ടായിരിക്കണം. എന്താണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒബ്ജക്റ്റീവ് ആൻഡ് പേഴ്സണൽ അജണ്ട? ചില ആളുകൾ പറയും, എനിക്ക് പുറത്ത് പോയി പഠിക്കണം, പുറത്ത് കാണണം. നമുക്ക് പുറം ലോകം കാണാനാണ് എങ്കിൽ നിങ്ങൾ പഠിച്ചൊരു ജോലിയൊക്കെ ഉണ്ടാക്കി ഇടയ്ക്ക് കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് മാസത്തിൽ കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു 10-20 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 45,000 മുതൽ ഒരു 75,000, 1 ലക്ഷം വരെ ഉണ്ടെങ്കിൽ പല രാജ്യങ്ങളും വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചൊരു 5-6 ദിവസം നിന്നിട്ട് അതിനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, പഠിക്കാൻ പോവേണ്ടതില്ല. നാട് കാണാൻ വേണ്ടി ആരും എന്ത് ചെയ്യരുത്, പഠിക്കാൻ പോകരുത്. മറിച്ച് ആ നാടിൻ്റെ ഒരു കൾച്ചർ, ടെക്നോളജിയിൽ അവരുടെ വികാസം, ദെൻ അവരുടെ സയൻസിലുള്ള അതിബൃഹത്തായ റിസർച്ച്, ഗവേഷണ പഠന സൗകര്യങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പോകും. ഇപ്പോൾ ഒരാൾ ഫിസിക്സ് പഠിച്ച് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ സയൻസോ ദെൻ ന്യൂക്ലിയർ ഫിസിക്സോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ കുറച്ചുകൂടി മികച്ച സൗകര്യങ്ങളുള്ള ഒരു രാജ്യത്ത് പോയി പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾക്കൊരു സ്ഥലത്ത് പോയി പഠിക്കാം. ഒരാൾ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, എയറോസ്പേസിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയത്, ഇലക്ട്രോണിക്സ് പഠിച്ചു, റോബോട്ടിക്സിൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള രാജ്യങ്ങളിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുക എന്ന വളരെ സ്പെസിഫിക് ആയ ഒരു ഉദ്ദേശം നിങ്ങളുടെ പഠനത്തിൽ പേഴ്സണൽ അജണ്ടയിൽ പേഴ്സണൽ ഒബ്ജക്റ്റീവിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഇതാണ് ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പഠിക്കേണ്ടത് എന്ത്, ഏത് കോഴ്സ്, അതിൽ ഏറ്റവും മികച്ചത് ഏത് രാജ്യം എന്നത് ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വിദേശത്തേക്ക് പോവാൻ. ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ആലി നാദാപുരത്ത് പോയതുപോലെ ആവും. ഇനി മറ്റൊന്ന്, നിങ്ങളുടെ ഉദ്ദേശം, ഒരു പഠന ഉദ്ദേശം ഇതാണെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ പ്ലാൻ എന്താണ്? അവിടെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാനാണെങ്കിൽ മൈഗ്രേഷൻ പോസിബിലിറ്റി ഉള്ള ജർമ്മനിയോ ഓസ്ട്രേലിയയോ ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ മിനിമം ഒരു 1-1.5 വർഷം സ്റ്റേ ബാക്ക് കിട്ടുന്ന രാജ്യങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഡെൻമാർക്കിലും നെതർലൻഡിലും ഫിൻലൻഡിലും ഒക്കെ പോയി പഠിച്ച് നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടെ പഠിച്ച് അവിടെ സാധ്യമെങ്കിൽ അവിടെ തന്നെ കുറച്ച് നാൾ ജോലി ചെയ്ത് തിരിച്ച് വന്ന് നമ്മുടെ നാട്ടിലെ മെട്രോകളിലോ അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള സാധ്യതയുള്ള മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങളിലോ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലിക്ക് വേണ്ടി പോവാം, പിന്നീട് മൈഗ്രേറ്റ് ചെയ്യാം. ഈ അർത്ഥത്തിലൊരു പേഴ്സണൽ പ്ലാൻ വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പോവാൻ. അതേസമയത്ത് പുറത്ത് പോയി പഠിച്ചു തിരിച്ചു വന്ന് നമ്മുടെ ഈ നാട്ടിൽ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒക്കെ ജോലി തേണ്ടി നടക്കുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത് പരിതാപകരമാണ്, നഷ്ടക്കച്ചവടമാണ് എന്നെന്ത് ചെയ്യാം, മനസ്സിലാക്കുക. ദെൻ മൂന്നാമതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അവിടെ പോയി പഠിച്ച് ഒരു 2 വർഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം മിഡിൽ ഈസ്റ്റിലേക്ക് സ്ട്രെയിറ്റ് അവേ നാട്ടിലേക്ക് വരാതെ മിഡിൽ ഈസ്റ്റ് പോയി അവിടെ ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. നമ്മുടെ നാട്ടിലെ ആളുകളുടെ അധിക ജോബ് ഡെസ്റ്റിനേഷനും മിഡിൽ ഈസ്റ്റ് ആണ് എന്നതുകൊണ്ടും യൂറോപ്പും മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ ലൈഫ് കുറച്ചുകൂടി നല്ലതാണ് എന്നതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ആവാം. ഇനി ചില ആളുകൾ വിദേശത്ത് പോയി പഠിച്ച് ടെക്നോളജി ഏറ്റവും അഡ്വാൻസ്ഡ് ആയത് പഠിച്ച് നാട്ടിൽ വന്ന് ഒരു എൻ്റർപ്രൈസിനെ കുറിച്ചോ ഒരു ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെക്നോളജിയും അവിടുത്തെ ഒരു കൾച്ചറും വർക്ക് കൾച്ചറും ഒരു ബിസിനസ് കൾച്ചറൊക്കെ പഠിച്ച് സ്വന്തമായിട്ട് നല്ലൊരു ബിസിനസ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ വരുന്നതിനെയും നമുക്ക് ന്യായീകരിക്കാം, സാധൂകരിക്കുന്നതായിരിക്കണം ഹയർ സ്റ്റഡീസ്. ഈ അർത്ഥത്തിൽ ഒരു പേഴ്സണൽ അജണ്ട സെറ്റ് ചെയ്യുന്നു. നമുക്ക് ടെക്നോളജി അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിൽ പഠിക്കാൻ പറ്റും. അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ, അവിടുത്തെ ഒരു സിസ്റ്റം, ഒരുപാട് ഇൻ്റർകൾച്ചറൽ ഇൻ്റർനാഷണൽ എക്സ്പോഷർ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സാധ്യതകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വിദേശ രാജ്യത്ത് പോയി പഠിക്കുന്നതിന് നമ്മളൊരു മൈൻഡ്, നമ്മളൊരു വ്യൂ തന്നെ, നമ്മളൊരു ആറ്റിറ്റ്യൂഡ് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധ്യമാകും. പല രാജ്യങ്ങളിലും പോയി പഠിക്കുന്ന ആളുകളുടെ ഒരു വർക്ക്
വർക്ക് കൾച്ചർ, നമ്മുടെ വർക്ക് കൾച്ചർ പലപ്പോഴും ഭയങ്കര മോശമായിട്ടാണ് വീക്ഷിക്കപ്പെടുന്നത്. അതേ സമയത്ത് ജോലിയോട് ഭയങ്കര ആത്മാർത്ഥത കാണിക്കുന്ന വളരെ കൃത്യമായിട്ട് പണിയെടുക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിച്ച് നമുക്ക് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഒരു AC മെക്കാനിക്ക് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നത് അവൻ പഠിച്ചു വെച്ച് അവൻ്റേതായ രീതികളിലാണ് ഒരു റിപ്പയറിങ് അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പലപ്പോൾ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ടാവും, ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു AC പരിശോധിക്കുന്നതിനും അത് റിപ്പയർ ചെയ്യുന്നതിനും ഒരു സയൻറ്റിഫിക്കായ മെത്തേഡ് ഉണ്ട്. ഇത്തരം മെത്തേഡുകൾ പഠിച്ച് വർക്ക് കൾച്ചർ തന്നെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്ക്, നമ്മൾ നാട്ടിൽ ഈ പ്ലംബിംഗ് വർക്കുകളോ ഇലക്ട്രിക്കൽ വർക്കുകളോ ഈ AC മെക്കാനിക് എന്ന് പറഞ്ഞൊരു സാധാ ജോലിയായിട്ട് ഒരു അത്ര വലിയ സംഭവമല്ല എന്ന് തോന്നുന്ന രീതിയിലും നമുക്ക് അത്തരം താല്പര്യങ്ങളില്ലാത്തതുമാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇത്തരം ജോബുകൾക്കാണ് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ്. ട്രക്ക് ഡ്രൈവർക്ക്, AC മെക്കാനിക്കിന്, പ്ലംബിംഗ് താല്പര്യമുള്ള പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ഫീസും നല്ല സാലറിയാണ്. ഒരു പക്ഷേ പലപ്പോഴും അവിടെ ഒരു പ്യുവർ ടെക്നോക്രാറ്റും അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റും അതല്ലെങ്കിൽ ഒരു ഡോക്ടർക്കൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി വാങ്ങുന്ന ടെക്നീഷ്യന്മാർ വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്തരം വർക്ക് കൾച്ചറെ കുറിച്ചും അവിടുത്തെ ഒരു എൻവയൺമെൻറ്റിനെ കുറിച്ചും ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കാനും അത് പകർത്തി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിദേശ പഠനം നല്ലതാണ്. അതുകൊണ്ട് വിദേശ പഠനത്തെക്കുറിച്ചുള്ള അതിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പേഴ്സണൽ അജണ്ട നമുക്ക് ഉണ്ടാവണം. കാരണം വലിയ പൈസ കൊടുത്തായിരിക്കും പലപ്പോഴും നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്തിന് പഠിക്കണം എന്ന് തീരുമാനിക്കുക. എന്തുകൊണ്ട് പുറത്ത് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരണോ അതല്ല അവിടെ തന്നെ സ്റ്റേ ചെയ്യണോ, അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോകണോ, ഇതിലൊരു പ്ലാൻ ഉണ്ടാക്കണം. ഇങ്ങോട്ട് തിരിച്ച് വന്ന് ഒരു ഓണ്ടർപ്രണോറിയലായ കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ടാക്കണം. ദെൻ അതുപോലെ തന്നെ കോഴ്സുകൾ, സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്നൊരു അജണ്ട ഉണ്ടാവണം. ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് വിദേശ പഠനം പ്ലാൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിദേശ പഠനം സക്സസ്ഫുൾ ആവും എന്ന് മാത്രമല്ല അത് കൂടുതൽ ഉപകാരപ്രദവും നല്ല ജോബിലേക്ക് എത്താനുള്ളൊരു വഴി ഓപ്പണാക്കി തരികയും ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് നല്ല കോഴ്സ് സെലക്ട് ചെയ്യാൻ, നല്ല രാജ്യം, നല്ല ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.